അച്ചീവ്മെൻറ്റ് പുരസ്കാര ജേതാവാണ് പൈനിയർ റബ്ബർ ഇൻഡസ്ട്രീസ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ PK ജോർജ്. അദ്ദേഹത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. പിംപ്രിയിൽ ഒരു ചെറിയ സെറ്റപ്പിൽ തുടങ്ങിയ അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ് റെൻ്റൽ കമ്പനി ഇന്ന് ചാക്കണിൽ ഒരു വലിയ ഫാക്ടറി ആയിട്ടുണ്ട്. ഏഷ്യൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ അനേകം ചെറിയ കമ്പനീസ് ഉണ്ട്. ഏഷ്യൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സേവ്യർ ജോസഫ് സാറിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി സർ. വിവിധ ഭാഗങ്ങളിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഡെനാസ ബിൽഡ്കോൺ. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശ്രീ സന്തോഷ് നായർ സർ ഔദ്യോഗിക തിരക്കുകൾ കാരണം ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അടുത്തതായി യങ് ഓൺട്രപ്രനർ പുരസ്കാര വിതരണമാണ്. ബിസിനസ്സിൽ എങ്ങനെ വൈവിധ്യങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ് MEL സർവീസസ്. ഫോക്ക് ലിഫ്റ്റ് സർവീസസിൽ നിന്നും തുടങ്ങി അതിൻ്റെ പാർട്സ് മാനുഫാക്ചറിങ്ങിലേക്ക് നീങ്ങുകയും നിലവിലെ ഏറ്റവും പുതിയ ട്രെൻഡായ ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ്ങിലേക്ക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനിൽ ഗോപാലൻ തൻ്റെ ബിസിനസ് ഘട്ടം ഘട്ടമായി വിപണിയിലെ ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്ത് ഈ ചെറുപ്രായത്തിൽ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. Mr. Sunil Kumar Gopalan, a visionary entrepreneur and technocrat. Mr. Sunil Kumar Gopalan embarked on his business journey in 2006 with a clear purpose: to create smart, sustainable and technology-driven solutions for industrial mobility. Over the years, he has transformed his vision into a group of 3 well-established companies under the MEL Mobility brand, spanning the industrial electric vehicle domain. His enterprises today are engaged in the manufacturing of material handling equipment (MHE), advanced MEL lithium batteries, and integrated EV mobility solutions that empower industries across India. With a pan-India presence and a team of over 100 dedicated professionals, Mr. Gopalan has built not just a business but a complete ecosystem, integrating design, engineering, and customer support into one seamless EV experience. A strong believer in using technology to simplify life, he also pioneered India's first mobile application for EV components, EVComp, a unique digital platform that brings efficiency, accessibility, and transparency to customers nationwide. The companies are Mrs. MEL MHE Mobility Private Limited, Elmat India Private Limited, MEL Expert Equipments Private Limited. മിസ്റ്റർ സുനിൽ ഗോപാലൻ സാറിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പുരസ്കാര വിതരണത്തിനായി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ രാഹുൽ രാജനെ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്ത പുരസ്കാരം ബെസ്റ്റ് സക്സസർ അവാർഡാണ്. അന്തരിച്ച മിസ്റ്റർ PI വർഗീസ് നമുക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്ത സുവർണ ഫൈബ്രോടെക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മകൻ നെൽവിൻ ജോർജിൻ്റെ മുമ്പിൽ വലിയൊരു കടമ്പയായിരുന്നു. എന്നാൽ പിതാവ് നൽകിയ പരിശീലനവും അച്ചടക്കവും അച്ഛൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു നെൽവിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ന് സുവർണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ദുബായിലും ഫാക്ടറി തുടങ്ങി പ്രശസ്ത അന്താരാഷ്ട്ര വാഹന നിർമ്മാതാക്കൾക്ക് പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യുന്നു. ബെസ്റ്റ് സക്സസർ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി
മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നെൽവിൻ ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, മിസ്റ്റർ നെൽവിൻ ജോർജ് ഔദ്യോഗിക തിരക്ക് കാരണം ദുബൈയിലാണ്, അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ അവാർഡ് ജേതാക്കളെയും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സദസ്സിലേക്ക് നീങ്ങാൻ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. आपका ये फैसला जी हमें मंजूर है, आपका ये फैसला कह रही है हर नजर बंदा परवर शुक्रिया, दो जहां की आज खुशियाँ हो गई हासिल मुझे, आपकी नजरों ने समझा प्यार के काबिल मुझे, आपकी नजरों ने समझा। ओ पड़ रही दिल पर मेरे आपकी परछाइयाँ, पड़ रही दिल पर मेरे आपकी परछाइयाँ, हर तरफ बजने लगी सैकड़ों शहनाइयाँ, हंस के अपनी जिंदगी में कर लिया शामिल मुझे, आपकी नजरों ने समझा प्यार के काबिल मुझे, आपकी नजरों ने समझा। Thank you. To everybody. First of all, I take this opportunity to welcome one and all present here. Just a gentle reminder, please don't leave the venue soon after the completion or felicitation of your child, but continue to be seated till the end of the program, as there will be a group photo along with the guests towards the end of this program waiting for you. As you are aware, Vagdevata, apart from publishing a literary magazine every month, also organizes various art and cultural, educational and charity programs at regular intervals. This is the 11th consecutive year we are having this program. Let's get into the official proceedings of today's program. We invite today's chief guest, Dr. PKC Bose, Chairman, Cambi India, Executive Advisor to Management Board, Cambi, Norway. Guests of honor, Dr. Vinduja Menon, actress, dancer and singer. Mrs. Rennie James, Manager, Operations, Mupra Healthcare Private Limited. KC Suchindran Sir, Managing Director, Concert Group of Companies, to come on the dais. We also request Mrs. Sapnavi Marar, owner and publisher of Vagdevata, Mr. Vinod Marar, editorial member of Vagdevata, to accompany the guests on to the dais. Ma'am, sir, please. Thank you, everyone. Now I request Mr. Vinod Marar, editorial member of Vagdevata, to officially welcome all present over here. Very good evening. It gives me an immense joy and pride to stand before you on this special occasion, the felicitation ceremony of our brilliant students of class 10 and 12. Today is a day of celebration, recognition and gratitude.
We are here to honor the hard work, the dedication, and achievements of our young achievers who have made us all proud with their outstanding performance. We also extend our congratulations to the parents and teachers who have been unwavering pillars of support behind the students' success. This is the 11th consecutive year Vagdevata is felicitating the students who have done remarkably well in 10th and 12th. To grace this occasion, we are honored to have our eminent dignitaries on the dais. Our chief guest, Dr. PKC Bose, Chairman of Cambi India and Executive Advisor to the Managing Board, Cambi Group, Norway. It is indeed an absolute privilege to welcome you, sir, on behalf of Vagdevata. We are equally delighted to have with us one of the most talented artists, Dr. Binduja Menon, a renowned actress, dancer, and singer. With great pride and respect, we extend a very warm welcome to you, madam, on behalf of Vagdevata. We also take this immense pleasure of welcoming Mr. K.C. Suchindran, Managing Director, Concert Group. Sir, Vagdevata welcome you to this ceremony. A cordial welcome as well as to Mrs. Rennie James, Managing Operation, Mupra Health Care Private Limited. We welcome you to the functions, madam. We are delighted to have with us Dr. Pramod Payanor. No introductions required, we already introduced him. We welcome you, sir, to the function. Lastly, this program would not have been completed or successful without the gracious presence and blessings of Vagdevata's well-wishers. We extend our heartfelt gratitude, deep respect, and a warm welcome to each one of you. Thank you. Thank you, Vinod sir. Now welcoming and handing over the token of love and affection of Vagdevata to the invited dignitaries. Vagdevata has no intention of harming flowers, hence no bouquets. At this moment, I fondly remember Mahakavi Kumaranashan's line. Ha pushpame adhigatunga padattiletra shobhichirunnidoru radni kanakayeni. I request Mrs. Sapna V. Marar, owner and publisher of Vagdevata, to formally welcome Dr. PKC Bose. Dr. Binduja Menon in our previous program, we will not be presenting a memento now. However, we wholeheartedly extend a warm welcome to her once again for this event. I request Mrs. Smita Anil Marar, editorial member, to welcome Mr. K.C. Suchindran sir, a young entrepreneur and managing director of Concert Group of Companies. Began his journey in Pune in the year 1997 at Baner. Within a span of 23 years, purely through the goodwill and recommendations of their satisfied patients, it has grown and established full-fledged Ayurvedic treatment centers across 6 prominent locations in Pune district. Mupra is also coming out with a new Ayurveda hospital in 5 acres near Kannur Airport. Dr. Reepa stands as a true example of women empowerment, proving through her dedication and success that nothing is impossible for a determined woman. She ensures to attend this program every year, but due to the busy schedule, she could not make it for today's function.
I request Mrs. Rennie James, Manager Operations, to receive Vagdevta's love and affection on behalf of Dr. Reepa. I also request Dr. Vinduja Menon to please felicitate Mr. Rennie James. Thank you all. I would request Rennie ma'am to please stay back. Now we'll have the felicitation of students who excelled in SSC by scoring 85% and above marks. We request Rennie James, Manager Operations, Mupra Healthcare Private Limited, to present Vagdevta memento and certificate to the following students. Please note that while calling the students' name, I request their parents to please accompany them as they are the pillars behind their success. To start with, Sona Vinod from St. Ursula High School with a score of 86.60%. I request Sona Vinod to please come upon the stage. His mother would be receiving the memento on behalf of her. Next, Shreya S. Panikkar from Blossom Public School with a score of 83.20%. Shreya S. Panikkar. Ananya Nair, St. Jude High School, 86.20%. I request all the students to please come quickly or please be near to the stage. Anamika Rajesh from the Orbis School with 88%. Anamika Rajesh, the Orbis School. Sri Lakshmi Preman from St. Anne's High School with 89%. Sri Lakshmi Preman from St. Anne's High School. I would request the audience to please have a round of applause for these kids. They've done extremely well. All right. Thank you, Rennie ma'am. Please have your seat. Good evening, everyone. To felicitate and to, I'm not a big person to give a big advice or to spend time. We are already running late, and I feel just 2-3 points. Keep it simple. Now everywhere, the 2 years back or 3 years back in Seasons Banquet, we were talking about AI. AI is now everywhere. It has conquered almost everything. AI can work out on anything. But there are some values which we miss in the life. I would like to focus on that to 1 or 2 points. One is the gratitude and empathy. Now when you talk about gratitude, you wear it as an attitude where you feel humbled. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ വിന്ദുജ മാഡം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു 1-2 കാര്യങ്ങൾ. നമ്മുടെ PKC ബോസ് സാറ് ഇറ്റ്സ് എ ലിവിങ് എക്സാമ്പിൾ ഓഫ് വാട്ട് എമ്പതി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ്. എനിക്കത് ഇത്രയും 2 മണിക്കൂർ നേരം അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു 3:30 എത്തിയതാണ് അദ്ദേഹം. ആ ക്ഷമയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ചെയ്യലും. സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഞാൻ വലിയ ആളാണ്, എനിക്ക് ഇത്ര ടൈമില്ല, എനിക്ക് പോകണം. ഹി വാസ് സോ സിമ്പിൾ. സെയിം വേ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ വിശ്വനാഥൻ സാറ് ഹംബിൾനെസ്സിൻ്റെ നമ്മൾ ലിവിങ് എക്സാമ്പിൾസാണ് ഇന്നിവിടെ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരും. പ്രമോദ് സാറ് അതുപോലെ തന്നെ. വിന്ദുജ മേഡത്തിൻ്റെ കാര്യം വിന്ദുജ മേഡം ബാക്കി എല്ലാവരെയും പറ്റിയും പറഞ്ഞു. പക്ഷേ മേഡം ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്
ഷീ ഈസ് ആക്ടിങ് ലൈക്ക് എ ഹോസ്റ്റ്. ഇവിടെ എന്തുണ്ടെങ്കിലും ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കൂ, ഇത് ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കൂ. നമ്മുടെ സരസ്വതി മാഡം കയറി വരുമ്പോൾ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി വന്ന് കൈ പിടിച്ച് കയറ്റുക. പ്രമോദ് സാറിന് അവാർഡ് കിട്ടിയപ്പോൾ അവാർഡ് വാങ്ങി ടേബിളിൽ വയ്ക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എമ്പതി. ഈ എമ്പതിയും ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് തോന്നും ഇതൊക്കെ ലൈഫിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ, ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ അത് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്തിരുന്നു. ഇന്ന് നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വിചാരമുണ്ട്, ഓ പൊട്ടനാണ്, വെറുതെ സമയം കളയുന്നു, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് നടക്കുകയുള്ളൂ. ബട്ട് ദാറ്റ് ആർ ടു സൂപ്പർ പവേഴ്സ്. ഇത് രണ്ടും നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ ഒരു ലീഡിങ് ഗൈഡ്സ് പ്രിൻസിപ്പിൾസായിട്ട് വെക്കുകയാണെങ്കിൽ യു ക്യാൻ ബി സക്സസ്ഫുൾ. മാർക്ക് വാങ്ങാൻ പഠിച്ചാൽ മതി. പഠിക്കുന്ന എല്ലാവർക്കും ഇന്ന് മാർക്ക് കിട്ടും. 80%, 85%, 90, 95, 99. ഇപ്പോൾ നീറ്റിൽ 100 ഔട്ട് ഓഫ് 100 വരെ വന്നു. പണ്ടങ്ങനെയല്ല, ഒരു 80 ഡിസ്റ്റിങ്ഷൻ കിട്ടുക അല്ലെങ്കിൽ റാങ്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വാല്യൂ ആണ്. ഇന്ന് അതിനില്ല. എന്താണെന്ന് വെച്ചാൽ നോളജ് ഈസ് എവ്രിവെയർ. നമുക്ക് പഠിക്കാനോ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റിൽ കിട്ടാത്ത ഒരു നോളജും ഇല്ല. കിട്ടാത്തത് എന്താണ്? നല്ല ശീലങ്ങളാണ്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട. അതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും എമ്പതിയും. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സഹായിക്കുക, നമുക്ക് കിട്ടിയതിൽ നന്ദിയുള്ളവരായി ജീവിക്കുക, നമുക്ക് നമ്മുടെ സന്തോഷം. ഞാനൊരു സക്സസ്, ഇന്ന് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലെങ്കിൽ 96% മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ എന്നെക്കാളിൽ കൂടുതൽ എൻ്റെ അടുത്തുള്ളവർ സന്തോഷിക്കുന്നത്, അതാണ് റിയൽ സക്സസ്. നമ്മുടെ സന്തോഷം, നമ്മുടെ വിജയം ബാക്കിയുള്ളവർ ആഘോഷിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിജയിയാവുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല. ഓൾറെഡി ഐ തിങ്ക് ലെറ്റ് us കണ്ടിന്യൂ ദ സെറിമണി. താങ്ക് യു. Thank you so much, sir, for your inspiring and motivating words. We'll continue calling out the students. Archit Sajish Nair from Walnut School with 90.60%. Pillai from Amrita Vidyalayam, 90.80%. From Sterling School with 91%. Lavina Elizabeth Gino, CMS English Medium School with 92.8%. Next, Lavina Elizabeth Gino, CMS English Medium School with 92.80%. Next, Sri Lakshmi Sudhish, Venkateshwara School with 93%. Sri Lakshmi Sudhish from Venkateshwara School with 93%. Sri Lakshmi's cousin would be receiving the token of love on Sri Lakshmi's behalf. Next, Lakshmi Rajesh Nair from Vision English Medium School, 93%. Lakshmi Rajesh Nair from Vision English Medium School with rupees 1,000, along with a Vagdevta certificate and memento as a token of appreciation for that outstanding achievement. Next, we have Akshay Kumar VA from Saraswati Vishwavidyalaya National School with 95%. With 95%. Angela Sujo, St. Ursula High School, 95%. Shrilesh M. Nair from Army Public School with 95.20%.
Srilesh M. Nair from Army Public School with 95.20%. Ayan Dileep from Vidya Pratishthan's Nanded City Public School with a score of 95.20%. Ayan Dileep. Ayan Dileep. All right, thank you so much, Suchindran sir. Please have your seat. High School with 96%. Alina David. Anantakrishnan Arun from Gurukul GK with a 96.60%. Anantakrishnan Arun from Gurukul GK School. Anamika Puttanpurayil from SB Patil Public School. Anamika Puttanpurayil from SB Patil Public School with a score of 97%. Krisa Elizabeth Alexander from St. Ursula High School with a score of 97.6%. Krisa Elizabeth Alexander. And now it is our proud privilege to call upon the topper of the SSC examinations from St. Alphonsa High School, the same school from where we both completed our SSC. Yeah, it's a double proud. Rachel Anthony from Alphonsa High School, Kalewadi, 98%. Rachel Anthony. Rachel, I request you to please stay back. We would like to hear from you. How do you feel now and what do you want to say to everyone? A warm and graceful evening to one and all present here. Standing here today as one of the SSC toppers is truly a proud and emotional moment for me. Being recognized by our own Malayali community here in Pune makes this honor even more special. My success is not mine alone. It belongs to my parents who stood by me, my teachers who guided me, and above all, God who blessed my efforts. There were moments of doubt and difficulty, but I learned that when you work hard and believe in yourself, results do come. To my fellow students here today, I would like to say that each one of us has a potential to achieve great things. Don't compare yourself with others. Instead, compete with your own yesterday. Success is not about being first. It's about giving your best with honesty and dedication. And even when you fail, remember, it's just another step closer to learning and improving. I'm deeply thankful to the organizers for recognizing and encouraging students like us. Your appreciation means a lot. It motivates us to keep doing our best and make our community proud wherever we go. Once again, thank you all for this honor and for your blessings. I will always remember this day with gratitude and joy. Thank you. Thank you, Rachel. I request Vinduja ma'am to felicitate few more students. We will now call upon the students of the 12th standard who have scored 80 plus and above. Firstly, we have Rishin Rennie, who have secured 80.2% from PK International School. Next, we have Bhadra Nair, who have secured 80.2% from SNBP Morwadi. On behalf of Bhadra, I would request her cousin Nandita Nair to please collect the memento, who have secured 80.8% from Amanora School, Hadapsar. 83% from St. Ursula's Junior College.
Ria Joseph. Thanks, Vinduja ma'am. You can secured 84% from SNBP International School. Arav Ajit. Next, we have Raisa Joseph, who have secured 87% from D.Y. Patil Junior College. Raisa Joseph. Do we have Raisa Joseph? Snigdha Surendran, who have secured 87.2% from Podar International School. Nathan Kurian. Anakha Raju. Next, we have Vaishak Krishnan, who have secured 88.6% from St. Arnold Central School. I wanted to say something to them. Is it possible, or if not possible, there is no problem? Okay, fine. So, distinguished guest, one and asked, are you talking about this one? So it was so tiny. So Balrama said, last night this was so huge, how come this is so small? So Krishna said, in life, when you face a problem, the problem becomes smaller and you become bigger. If you don't face the problem becomes bigger and you become smaller. This is the first lesson I wanted to share with the future heroes and heroines. Number two is, most of the time, we parents, we are the culprits. Because the kids they have their own dreams and aspirations, but we will say that, no, you have to become a doctor, you have to become an engineer, you have to become... I think we need to encourage them to become what they wanted to become. Because today's the world is different. Today the world is driven by artificial intelligence, the machine learning, mechatronics, space shuttle programs, and so on. So you have to give them an opportunity to think their own way and make sure that they excel in what they do. So focus, you have to encourage them in focus on what they wanted to do in life. Because you are not their destiny designer. They know exactly, the younger generation today, they are so super intelligent, they know exactly what they wanted to do today. So we should focus to prepare them, you should encourage them, continue their focus, and then that will become a miracle for tomorrow. Number two, you have to be committed. A lot of people, they have focus, but they don't have commitment. Focus without commitment is drawing a line in water, it's like that. But focus is most important, but along with that, you need a very strong commitment. If you have a strong commitment, it will be very easy to achieve what you focus for. Number three, you have to be consistent. A lot of people, they have focus and commitment. When they are not consistent, they fall. So they need to focus, they need to commit, and they have to maintain the consistency. And the most important and the last thing is communication. If they are able to communicate, whether to the parents, whether to the teachers, whether the community, whether to themselves or himself or herself, that is the most important thing they have to do it, because
the communication is one of the biggest challenges today. People talk, but they don't communicate. So the communication is absolutely important for them to be successful. So focus, commitment, consistency, and communication. This is the 4 pillars for the future generation to be successful. So having said that, my professional journey to different countries in the world, establishing companies in many countries in the world. And then we decided that we should have a presence in India. And this is how we started our family office, where we invest in different companies, we acquire companies, we turn around companies, and so on. So by seeing all these kids on the stage, my daughter, she is with me today here, and she texted me a message saying that, "Dad, can we also make an announcement here?" And she texted me while I was on the stage, if a girl student getting 95% of the mark in SSC, we should give a small gift to her as a token of appreciation from our family office. So I would like to announce, may I request Pooja to join me here? Especially in the area of green hydrogen. And so Pooja texted me saying that we have seen so many wonderful students. Why don't we also do a small gesture with Vagdevata? So therefore, may I request Mr. Marar, please connect with us to proceed. I don't know how to go about it, but you can decide and come back to us, and then we would be more than happy to do that. So you can tell exactly what to encourage more students to do well and be committed, as what Dr. Bose said. For the next year, for 2026, we from WORT International would like to support with a cash token of about 1 lakh for any girl student who scores close to 95% or above. Yeah, thank you. So thank you very much, and I wish all the wonderful kids all the best wishes, and parents keep encouraging them. The world has no limit. Earlier people used to say sky is the limit. No, sky is not the limit. So we have to change that. Sky is not the limit. Beyond sky, now we have reached much more. So therefore, encourage your kids, the teachers, encourage them to do what they love to do, and they will always make you really feel proud. Thank you very much. For your inspiring words, which will surely serve as a valuable goal. Also, thank you, Pooja ma'am, for your kind act of appreciation. So we would like you to felicitate the following students now. Anirudh M. Nair, who have secured 89.2% from PM Shri Kendriya Vidyalaya. Next, we have Pranavi Sunil Kumar, who have secured 89.67% from Symbiosis Junior College. ഓഡിയൻസ്, നിങ്ങളുടെ കയ്യടിയാണ് ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം. എല്ലാ കുട്ടികളും സ്റ്റേജിൽ വരുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Varada Nair, who have secured 90.4% from City Pride School. G. Panikar, who have secured 92.2% from Shavra Public School. Percentage from Aditya English Medium School. Have secured 92.8% from Army Public School. Thank you, sir. Please be seated.
സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാരണം എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇന്ന് വാഗ്ദേവത വെറും ഒരു പ്രസിദ്ധീകരണം മാത്രമല്ല, പൂനെയിൽ നടക്കുന്ന എല്ലാ കലാകാര്യ പരിപാടിയിലും അവരുടെ മുൻകൈയായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയിലും അവർ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ. പൂനെയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളികൾക്ക് വേണ്ടി ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്. അതിൻ്റേതായ കുറവും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം പുറത്ത് ക്ഷമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന, മലേഷ്യയിൽ നിന്ന് എത്തിയിരിക്കുന്ന, എല്ലാ തിരക്കുകളിൽ നിന്നും മാറ്റിവെച്ച് മാഡം ഇവിടെ എത്തിയിരിക്കുന്നു. ബിന്ദുജ മാഡമിന്, ഡോക്ടർ ബിന്ദുജ മേനോന്, നർത്തകിയും പാട്ടുകാരിയും അഭിനേതാവുമായ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വാഗ്ദേവത പുരസ്കാര നേതാവും സംവിധായകനും നാടകൃത്തുമായ അദ്ദേഹത്തെയും പയ്യന്നൂർ അദ്ദേഹത്തെ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ SSC SHC സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമായ അവാർഡ് ദാനത്തിനായിട്ട് മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ KCC ബോസ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സ്കൂളിൻ്റെ ചെയർമാനും ഈ പരിപാടിക്ക് 2 ദിവസമായിട്ട് നമുക്കെല്ലാ സഹായം ചെയ്തു തന്നതും, പിന്നെ ബോസിരി അയ്യമ്പത്തിൻ്റെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായ K വിശ്വനാഥൻ സാറ്, അതുകൂടാതെ അദ്ദേഹം സബസ്കർ ഭവൻ്റെ അധ്യക്ഷനായിട്ട് 3 വർഷം കൊണ്ട് ജോലി ചെയ്യുകയാണ്. ആ ഒരു സ്ഥാനം കിട്ടുന്ന ആദ്യത്തെ മലയാളിയാണ് പിമ്പിരിച്ചൻ ജോർജിൻ്റെ. അത് മലയാളിയായ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ ലക്കി ഡ്രോ ഇവിടെ കുറച്ച് സമയത്തിനകം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതുവരെ എല്ലാവരും ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി കലാകാരിയും അഭിനേത്രിയും നിരവധി ശിഷ്യഗണങ്ങൾക്ക് തൻ്റെ കലാസമ്പത്ത് പകർന്നു നൽകിയ മുൻ കലാതിലകവുമായ ഡോക്ടർ ബിന്ദുജ മാമിനോട് കലാകാരികൾക്ക് മാർഗനിർദ്ദേശം നൽകാനായി ക്ഷണിക്കുന്നു. ഒരു മാർഗവും എൻ്റെ കയ്യിലില്ല, സത്യമായിട്ടും ഇല്ല. പക്ഷെ ഞങ്ങളിന്ന് കുറേ നാളിന് ശേഷം പ്രമോദ് പയ്യൂരിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഐ ഫെൽറ്റ് വെരി ഹാപ്പി കേട്ടോ. വി ഹാഡ് ദാറ്റ് ഗുഡ് കോൺവെർസേഷൻ. വളരെ സന്തോഷത്തോടു കൂടി കുറേ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറയായിരുന്നു, ഈ ലെജൻഡറി ആൾക്കാരുടെ മക്കളായിട്ട് ജനിക്കുമ്പോൾ പലരുടെയും നെപ്പോട്ടിസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയങ്കര എളുപ്പമായിട്ട് പലർക്കും തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. വളരെ സ്ട്രഗിൾ കൂടുതലാണ് നമുക്ക് പലരെയും മാച്ച് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കുറച്ചൊരു പ്രായം ഒക്കെ കുറച്ച് ബുദ്ധിയൊക്കെ വന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ വിചാരിക്കണം എനിക്ക് ബുദ്ധി വന്നു എന്ന്. ആ സമയത്ത് ഞാൻ ആദ്യം നിശ്ചയിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അമ്മ, അതായത് നമുക്ക് എല്ലാ മക്കൾക്കും അമ്മയും അച്ഛനും തന്നെയാണ് റോൾ മോഡൽസ്. അപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ റോൾ മോഡലാക്കിയാലും അമ്മയുടെ ടാലൻറ്റും നോളജും എൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം ആവരുതെന്ന് ഞാൻ ആദ്യമേ അങ്ങോട്ട് നിശ്ചയിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ അമ്മ വളരെ ടെക്നിക്കലി പ്രാക്ടിക്കലി വളരെ ഡിസിപ്ലിൻഡായിട്ട്, ഈ കലാമണ്ഡലത്തിൽ 4 മണിക്ക് എണീറ്റ് പഠിച്ച ഒരു കാലം നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ആ കാലത്ത് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച ഒരാൾ വളരെ സ്വായത്തമായിട്ട് മനസ്സും ശരീരവും അർപ്പിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, ദർ ഇസ് നോ കമ്പാരിസൺ. ഇന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ മെയിൻ സ്പീക്കേഴ്സും പറഞ്ഞ ഒരു കാര്യം തന്നെ, ദർ ഇസ് നെവർ ടു ബി കമ്പയർഡ് വിത്ത് എനിബഡി. അങ്ങനെ ആരുമില്ല. നമുക്ക് നമ്മളായിട്ടൊരു വഴി ഉണ്ടാക്കുന്നിടത്താണ്
നമ്മുടെ മേന്മ. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് ജയമായിരിക്കും, പരാജയമായിരിക്കും. എനിക്ക് ഇപ്പം ബോസ് സാറ് നേരത്തെ സംസാരിച്ച 4 കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ കാലത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് കിട്ടുമ്പോൾ വിടാതെ വീണ്ടും സംസാരിക്കുന്നത് വെച്ചാൽ, എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് കാര്യങ്ങൾ, അതായത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് എങ്ങനെ സക്സസ് നേടാം, ഇൻസ്റ്റൻ്റ്ലി എങ്ങനെ പ്രശസ്തി ആർജിക്കാം, ഇൻസ്റ്റൻ്റ്ലി എങ്ങനെ നമുക്ക് ലോകം മുഴുവനും സഞ്ചരിക്കാം എന്നാണ് ധാരണയെങ്കിൽ അത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കുക. എത്രയോ വർഷത്തെ ഞാൻ എപ്പോഴും വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുൻപ് പോയിട്ടുള്ള പല കലാകാരന്മാരും, അത് സിനിമയായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, അല്ല ഏത് മേഖലയിൽ, ഞാൻ കല എന്ന് പറയുന്നത് ബിക്കോസ് എനിക്കറിയാവുന്ന ഒരു കുഞ്ഞു മേഖല എന്ന് പറയുന്നത് അതായതുകൊണ്ടാണ്. ഏതൊരു കലാകാരനും നമുക്ക് മുൻപേ പോയിട്ടുള്ളവർ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പാത വളരെ ഈസിയാക്കി തരുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അത് അറിയുന്നില്ല, നമ്മൾ അതിൻ്റെ മഹത്വമോ അത് മനസ്സിലാക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കുന്നത്. എന്ത് കാര്യവും ഡിസിപ്ലിൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ടീച്ചേഴ്സ് വെറുതെ അല്ല ചീത്ത പറയുന്നത്, ഒരടിയൊക്കെ കിട്ടുന്നത് നല്ലതാണ്. പല കാര്യങ്ങളും നമുക്ക് എന്നും പറഞ്ഞ് നിത്യം അടി കിട്ടണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു എല്ലാം സ്നേഹം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ചിലപ്പം പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നവർക്ക് എല്ലാം സ്നേഹരൂപത്തിൽ മോളെ ചക്കരെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കാൻ അറിയില്ലാത്തവർക്ക്, ഇപ്പം ഞാൻ അങ്ങനെയാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ടീച്ചറാണ്. എൻ്റെ മകൾ എന്നോട് പറയുന്നത് അമ്മ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഓ എന്ന് തോന്നും എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ പ്രത്യേകിച്ച് ഡാൻസിൽ ഞാൻ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. നമ്മൾ സ്റ്റേജിൽ കളിക്കുമ്പോഴേ, ഇപ്പോൾ ഓർക്കസ്ട്രയുടെ ഭാഗത്താണ് നമ്മൾ ഈ ഗുരുനാഥന്മാരെല്ലാവരും ഇരിക്കുക. കുട്ടികൾ കളിക്കുമ്പം, ഇന്നത്തെ കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ദി ഓർക്കസ്ട്ര ആൻഡ് ദ ചിൽഡ്രൻ. അതായത് ഒരു സ്റ്റേജിൽ കുട്ടി സെൻറ്റർ സ്റ്റേജിൽ നിന്ന് കളിക്കുക, അത് ഗ്രൂപ്പോ സിംഗിളോ എന്തോ ആയിക്കോട്ടെ, കളിക്കുമ്പോൾ ഈ ഒരു മാനസിക കണക്ഷൻ ഉണ്ട് നമുക്ക് ഈ ഓർക്കസ്ട്രയുമായിട്ട്. അത് നമ്മൾ സ്വായത്തമാക്കുന്നത് പലതും ഡാൻസ് ക്ലാസ്സുകളിലൂടെ. ഓരോ ദിവസം, ഇപ്പോൾ ആദ്യത്തെ ദിവസം ഒരു മൃദംഗിസ്റ്റ് വന്ന് നമുക്ക് വായിക്കുമ്പോൾ, ആദ്യത്തെ ഞാൻ ഇനീഷ്യൽ സ്റ്റേജസാണ് പറയുന്നത്, അത് കഴിഞ്ഞൊരു വയലിനിസ്റ്റ് വരുന്നു, അത് കഴിഞ്ഞ് ഒരു പാട്ടുകാരൻ വരുന്നു, ഇങ്ങനെ ഓരോരുത്തരുടെ അഡിഷൻസ് ഓരോ രീതിയിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് തരികയാണ് വേണ്ടത്. അതിന് പകരം ഒറ്റയടിക്ക് ഇപ്പോൾ ഈവൻ ഇന്നത്തെ ഓർക്കസ്ട്രയിലുള്ളവർ ഞങ്ങൾ 2 ദിവസമേ പ്രാക്ടീസിന് വരൂ, 3-ാമത്തെ ദിവസം ഞങ്ങൾ സ്റ്റേജിൽ കാണാം എന്ന് പറയുന്ന ഓർക്കസ്ട്രയാണ് ഇന്നുള്ളത്. അന്ന് അങ്ങനെ അല്ല. നമുക്ക് എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര റിഹേഴ്സൽ ചെയ്താലും പോരാ എന്ന് തോന്നുന്ന കലാകാരന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. കാരണം അത് മാത്രമേ ശരിയുള്ളൂ എന്ന് ഇന്ന് എനിക്ക് ആ ബോധവും ശരിയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ കുട്ടികളോടും, എൻ്റെ മക്കളെ പോലെ ഞാൻ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനുള്ള സമയം കൊടുക്കുക. ഇന്ന് പഠിച്ച് നാളെ കളിച്ച് മറ്റന്നാൾ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും വളരെ സമയമെടുത്ത് സമാധാനത്തിൽ പഠിച്ച് ആ ഗുരുവിന് കൊടുക്കേണ്ട എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളും കൊടുത്ത് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് ലൈഫ് ലോങ്, നമ്മൾ മരിച്ചാലും നമ്മൾ പല കലാകാരന്മാരുടെയും പല പ്രശസ്തി ആർജിച്ചവരുടെയും പലരുടെയും പേര് ഇന്നും നമ്മുടെ മനസ്സിലും നമ്മൾ പലയിടത്തും പേരെടുത്ത് പറഞ്ഞ് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ സാന്നിധ്യം ഇന്നും എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ശക്തിയായിട്ടുണ്ട്. അത് ആർജിക്കാനാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അത് ചെറുതോ വലുതോ 1%, 100%, 1000 ഒന്നൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അതല്ല അവിടെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ഡിസിപ്ലിൻ എത്രത്തോളം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യണ്ടൂ. ഈ നേരത്തെ ആരോ പറഞ്ഞ മാതിരി യു ഹാവ് ടു ഫൈറ്റ് വിത്തിൻ യുവർ സെൽഫ്. നമുക്ക് വേറെ കോമ്പറ്റേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്, നമ്മളുടെ ഇന്നലെയുള്ളോട്. നാളെ നന്നാക്കാനായിട്ട് ഇന്നത്തേക്ക് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാം എന്ന ചിന്ത മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. അത് ആസ് എ ടീച്ചർ, ആസ് എ ഡാൻസർ, ഇന്നും സ്റ്റേജിൽ കയറുമ്പോൾ ഇന്നും കൂടി ഞാൻ
പ്രമോദുമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഐറ്റം കളിക്കണ വരയ്ക്കും ഉണ്ടാവുന്ന ഒരു ഷിവറിങ്, ഒരു പേടി, ഒരു വിറയിൽ, മനസ്സൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും ആദ്യത്തെ ഒരു ഐറ്റം. കാരണം ഈ ഓഡിയൻസുമായിട്ട് നമുക്ക് നല്ലോണം കണക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിനി എത്ര വലിയ പ്രോഗ്രാം ചെയ്താലും അത് ഫ്ലോപ്പാണ്. അപ്പോൾ ആ കണക്റ്റ് ഓർക്കസ്ട്രയുമായിട്ട് നമ്മളെ കാണുന്ന പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആത്മാർത്ഥതയുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ഒരു 100 സിറ്റപ്സ് ചെയ്യേണ്ടി വരും, പിന്നെ ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും. പക്ഷെ ചിരിച്ചോണ്ട് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നല്ല ആൻഡ് ഓൾസോ ഇത് കലയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ചുറ്റിനും നന്മയുള്ള സോൾസ് ഉണ്ടാവേണ്ടത് നമ്മുടെ വളർച്ചയ്ക്കും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. നേരെ ആസ് യൂഷ്വൽ ഞാൻ ഈ MAക്ക് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ആ ലോകത്തിലെ ഏറ്റവും കുറുകിയ, അതായത് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തോ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയ എനിക്ക് വളരെ കുറുകി ബോഡി ലാംഗ്വേജ് തന്നെ എനിക്ക് ഇന്നും അറിയാം ഞാൻ MAക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ എൻ്റെ അമ്മയെ എന്തെങ്കിലും ഒരു വ്യതിയാനത്തിൽ എൻ്റെ മണ്ടത്തരത്തിന് എൻ്റെ അമ്മയോ അച്ഛനോ കൂട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഒരു മാസ്റ്റേഴ്സോ അതിനുശേഷം വന്ന PhDയോ സീനിയർ ഫെലോഷിപ്പോ ഒന്നും എനിക്ക് സ്വായത്തമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അവരുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാനുള്ള ഒരു ശേഷിയും ഈ പാരൻറ്റ്ഷിപ്പിൽ വേണം. ഐ എം ഷുവർ ഇപ്പം നമ്മുടെ ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. പക്ഷേ ഈ കാലവും കടന്നു പോകും. അവരും നമ്മളെ പോലെയുള്ള ഈ ഡിഫിക്കൽട്ടീസിൽ നിന്ന് കടന്ന് സക്സസ്സിലേക്ക് തന്നെ വരുമെന്ന് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. കലാമണ്ഡലം വിമല മേനോൻ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ നൃത്തത്തിൻ്റെ മേഖലകൾക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അവരുടെ മകൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ബിന്ദുജ ടീച്ചർ നമ്മുടെ കവിത്രയങ്ങളിൽ പ്രധാനിയായ വള്ളത്തോളിൻ്റെ മരുമകൻ്റെ മകളാണ്. ചില സർഗവാസനകൾ ഇങ്ങനെ പരമ്പരകളിലൂടെ കടന്നു പോകും. അപ്പം അത് ഇപ്പോഴും കൈവിടാതെ നേഹ എന്ന് പറയുന്ന കുട്ടിയിലൂടെ ബിന്ദുജ ടീച്ചറുടെ മകളും അതിമനോഹരമായിട്ട് പെയിൻറ്റിങ് ചെയ്യും, നൃത്തം ചെയ്യും. ഇപ്പോൾ പുതിയ കമ്പ്യൂട്ടർ AI ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രക്ഷിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ഗുരുക്കന്മാരാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന, നൃത്തം പഠിപ്പിക്കുന്നവരോ സംഗീതം പഠിപ്പിക്കുന്നവരോ സ്കൂളിൽ സിലബസ് സംബന്ധമായിട്ട് പഠിപ്പിക്കുന്നവരോ കൂടാതെ വീട്ടിലെ രക്ഷിതാക്കളും നമുക്ക് ആരിൽ നിന്നൊക്കെയാണോ അറിവ് ലഭിക്കുന്നത് അവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. മനസ്സിൻ്റെ ഇരുളിനെ മാറ്റുന്നത് ആരാണോ അവരാണ് ഗുരുക്കന്മാർ. അതുകൊണ്ട് നമ്മൾക്ക് നല്ലതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള നിശ്ചയദാർഢ്യം ഓരോ കുട്ടികളും അണയാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. APJ അബ്ദുൽ കലാമിനെ ഓരോ കുട്ടിയും കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിടാതെ പിന്തുടരേണ്ടതുണ്ട് നമ്മളൊക്കെ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലമൊക്കെ നമ്മൾ നോക്കുമ്പം അതിദാരിദ്ര്യത്തിൻ്റേതായിട്ടുള്ള ഒരു ബാല്യകാലം. രാമേശ്വരത്ത് ഈ കടത്തുകാരനായിട്ടുള്ള അച്ഛൻ ഈ കടത്ത് വള്ളത്തിൻ്റെ പണി ഇല്ലാതായപ്പോൾ, എന്ന് വെച്ചാൽ അവിടെ പാലം വന്നപ്പോൾ, ബോട്ട് സർവീസ് വന്നപ്പോൾ അച്ഛന് ജോലിയില്ലാതെയായി. അപ്പം വീട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥ വന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് പത്രമിടാൻ പോയിട്ടുള്ള ഒരാളാണ് APJ അബ്ദുൽ കലാം. കുട്ടിക്കാലം മുതലേ പറക്കണം എന്നുള്ളത്, വൈമാനികനാകണമെന്ന് സ്വപ്നം കണ്ട ഒരാൾ. എവിടേക്കോ പ്രതിബന്ധങ്ങൾ വന്നു, പക്ഷേ ഒടുവിൽ APJ പറന്നു. അദ്ദേഹം എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മുന്നോട്ട് പോയി. APJ കുട്ടികളോടൊക്കെ ഉറക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം. സുഖസുന്ദരമായിട്ട് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതായിരിക്കണം സ്വപ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഉറക്കത്തെ കെടുത്തുന്നത്? ഉറക്കത്തെ കെടുത്തുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം, വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർന്നത് എന്ന് APJ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഭാവിയിൽ വലിയ രീതിയിൽ വലിയ പ്രതിഭകൾ
പ്രതിഭകളായി ഓരോ ഇടങ്ങളിലേക്ക് എത്തണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ഓരോ കുട്ടികളിലും പ്രതീക്ഷകളുടെ ഊർജം നിറച്ചു വെച്ചിട്ടാണ് APJ അഗ്നിച്ചിറകളുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നൽകിയിട്ട് കടന്നുപോയത്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള നോവൽ ഓരോ കുട്ടികളും വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ്. ഇടയബാലൻ നിധി അന്വേഷിച്ച് ഇങ്ങനെ യാത്ര തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നൈരാശ്യം ബാധിച്ച് ചടഞ്ഞിരിക്കുന്ന ഒരു വേളയിൽ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന അതിസമർത്ഥനായിട്ടുള്ള നോവലിസ്റ്റ് ഡയറക്റ്റായിട്ട് അതിലേക്ക് വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് ഒരു കാര്യത്തെ അഗാധമായിട്ട് ഇച്ഛിച്ചാൽ, അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ, ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഈ നമ്മുടെ പരിസരങ്ങളും നമ്മുടെ ഗുരുനാഥന്മാരും നമ്മുടെ ആരൊക്കെയാണോ നമ്മൾക്കൊപ്പം നിൽക്കേണ്ടത്, ഈ പ്രപഞ്ചമാകെ നമ്മുടെ സ്വപ്നങ്ങളുടെ സാഫല്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന് പൗലോ കൊയ്ലോ പറയുന്നുണ്ട്. വീണ്ടും ഇടയബാലൻ്റെ യാത്ര തുടരുന്നു. ഇടയബാലൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതൊക്കെ ആൽക്കമിസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദീർഘിപ്പിക്കുന്നില്ല, മനസ്സാണ്, ഇച്ഛയാണ് എന്തിനും ആധാരം എന്ന് മലയാളത്തിൻ്റെ ഏറ്റവും വിഖ്യാതനായിട്ടുള്ള നാടകകൃത്ത് CN ശ്രീകണ്ഠൻ നായർ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ വളരെ ശക്തമായിട്ട് രാവൺ എന്ന കഥാപാത്രത്തിലൂടെ പറയുന്നുണ്ട്. മനസ്സും ഇച്ഛയുമാണ് എന്തിനും ആധാരം. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനമാണ് നമ്മൾ നടത്തേണ്ടത്. പഠനത്തിലായാലും ഏകാഗ്രതയോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ കുട്ടികൾക്കും ഒരു എളിയ കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി. ഒരുപാട് നന്ദി സർ. ഇനി വിധികർത്താക്കളെ ആദരിക്കൽ ചടങ്ങാണ്. ആദ്യമായി കലാമണ്ഡലം അജിത. നൃത്താധ്യാപന രംഗത്ത് 34 വർഷം പൂർത്തിയാക്കി നീലേശ്വരത്തിലെ നൃത്താഞ്ജലി എന്ന സ്വന്തം നൃത്തവിദ്യാലയത്തിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികൾ നൃത്യപരിശീലനം ഈ ഗുരുവിൻ്റെ പരിശീലനത്തിൽ പൂർത്തിയാക്കി. കലയുടെ തറവാട്ടിൽ നിന്നായിരുന്നു ശ്രീമതി അജിത ഈ രംഗത്തിലേക്ക് കടന്നു വന്നത്. അമ്മ രുക്മിണിയുടെ പിതാവ് കോട്ടില വീട്ടിൽ ശങ്കരൻകുട്ടി മാരാർ കഥകളി ഭാഗവതരായിരുന്നു. ലോവർ പ്രൈമറി തലം മുതൽ സ്കൂൾ കലോത്സവ വേദികൾ കീഴടക്കി. ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി എന്നിവയാണ് ഇഷ്ടകലാ ഇനങ്ങൾ. ഹൈസ്കൂൾ തലം മുതൽ കേരള കലാമണ്ഡലത്തിൽ ചേർന്ന് 4 വർഷം കൊണ്ട് മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. പഠിക്കുമ്പോൾ തന്നെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള വള്ളത്തോൾ അവാർഡ് സ്വന്തമാക്കി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടുകൂടി 2 വർഷത്തെ ഉന്നത പഠനത്തിന് അർഹയാക്കി. ആ ബാച്ചിൽ നാഷണൽ സ്കോളർഷിപ്പ് നേടിയ ഏക വിദ്യാർത്ഥിനി അജിതയായിരുന്നു. പിന്നീട് കലാമണ്ഡലത്തിലെ ബാലകൃഷ്ണ കുറുപ്പ് അവാർഡും അജിതയെ തേടിയെത്തി. സിനിമാ രംഗത്തെ പല താരങ്ങളും അജിതയുടെ ശിഷ്യരാണ്. ദുബായ്, ഖത്തർ, സിംഗപ്പൂർ മലയാളി സമാജങ്ങളും ഈ അതുല്യ കലാകാരിയെ ആദരിച്ചിട്ടുണ്ട്. സമയപരിധി കാരണം കൂടുതൽ നീട്ടുന്നില്ല. ഇവരെക്കുറിച്ച് വിശദമായ ഒരു ആർട്ടിക്കിൾ വാഗ്ദേവത ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലാമണ്ഡലം അജിതയെ വാഗ്ദേവതയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിനായി ഡോക്ടർ വിന്ദുജ മാഡത്തോട് അഭ്യർത്ഥിക്കുന്നു. Thank you, Ajita ma'am. നന്ദകുമാർ സർ, ലളിതഗാനവും ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും വിധികർത്താവ് എന്ന നിലയിൽ മത്സരാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? ഈ വൈകിയ വേളയിൽ കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മത്സരാർത്ഥികളെല്ലാവരും ഒരുവിധം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ. അപ്പോൾ കിട്ടാത്തവർക്ക് നിരാശ തോന്നേണ്ട ആവശ്യമില്ല. ആരും പിറകോട്ട് പോയി തോന്നണ്ട. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടിയവരും പുറകിലായവരും ആരും വിഷമിക്കേണ്ടതില്ല. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
പരിചമുട്ടുകളി എന്നിവയും ചെറുപ്പം മുതൽ അഭ്യസിച്ചിട്ടുണ്ട്. കേരള ഫോക്ക്ലാൻഡ് അക്കാദമിയിൽ നിന്നും മേൽപ്പറഞ്ഞ കളികളിൽ ബിരുദം നേടി നിരവധി ശിഷ്യ സമ്പത്തുമുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി അനേകം വേദികളിൽ വിധികർത്താവായിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ ഷെറിൻ. മിസ്റ്റർ ഷെറിനെ ആദരവ് ഏറ്റുവാങ്ങാനും ഡോക്ടർ പ്രമോദ് സാറിനോട് ആദരവ് നൽകുന്നതിനുമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്ത എല്ലാ കുട്ടികളും വളരെ നന്നായി ഇവിടെ പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പൂനെയിൽ വന്ന് ഇത്രയും നല്ലൊരു മത്സരം കാണുക എന്നുള്ളത്. ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വിളിച്ചതിൽ. അതെ, ഒന്നും കൂടി നമ്മൾക്ക് കുറച്ചും കൂടി അടവുകളുടെ പെർഫെക്ഷൻ, അതാണ് ഒന്നും കൂടി ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ 3 ജഡ്ജസും ഇരുന്ന് ചർച്ച ചെയ്തതായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ ശൈലിയിൽ തന്നെ, അതായത് അടവുകൾ തന്നെ പഠിച്ചു കളിക്കൂ, അപ്പം അതൊന്നും കൂടി ഭംഗിയാവുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ കുച്ചിപ്പുടി അതിൻ്റെതായ ശൈലിയിൽ തന്നെ കളിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി നന്നാകും. ഭരതനാട്യം വളരെ നന്നായിരുന്നു. ഇവിടെ കുറച്ചും കൂടി കുറവ് കണ്ടത് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ആയിരുന്നു. അപ്പോൾ അതിൽ ഇനിയും ഒരുപാട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് അടുത്ത വർഷത്തെ വാഗ്ദേവത യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ കുട്ടികളും ഫസ്റ്റിലേക്ക് തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ലക്കി ഡ്രോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 3 പ്രൈസാണുള്ളത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിൽ ആദ്യത്തേത് തേർഡ് പ്രൈസാണ് എടുക്കാൻ പോകുന്നത്. ശ്രീജയ വിജയൻ, ഇന്ദ്രാണി നഗർ. ശ്രീജയ വിജയൻ, തേർഡ് പ്രൈസ്. വലിയ കയ്യടി. ബിന്ദുജ മാമിനോടും പ്രമോദ് സാറിനോടും. തേർഡ് പ്രൈസ് വിന്നർ അടുത്തത് സെക്കൻഡ് പ്രൈസാണ്. ജനാർദ്ദന റാവു, ടിങ്കണി നഗർ. ജനാർദ്ദന റാവു, ടിങ്കണി നഗർ. സുനീഷ് സസി തൽവടെ. സെക്കൻഡ് പ്രൈസ് സുനീഷ് സസി തൽവടെ. അടുത്തത് ഫസ്റ്റ് പ്രൈസ് मदी कितना देर लगा रहे यार. गिरिजा रमेश. गिरिजा रमेश, नांदे नगर, कालेवाड़ी. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ലക്കി ഡ്രോ നടത്താൻ ഇവിടെ എത്തിയ മിസ്റ്റർ പ്രേം ആൻഡ് മിസ്റ്റർ ജയന് വാഗ്ദേവതയുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. അത് സോ മച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരിക്കൽ കൂടി 3 വിന്നേഴ്സിനും കോൺഗ്രാറ്റുലേഷൻസ്. ഇനി അടുത്തത് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാം. മോണോ ആക്ട്, പെയിൻറ്റിംഗ്, ഈ ഇനങ്ങളിൽ ശ്രീ PS രാജശേഖരൻ പിള്ളை സാർ ആയിരിക്കും സമ്മാനം പ്രഖ്യാപിക്കുക, വിന്നറിനെ പ്രഖ്യാപിക്കുക.
ലളിതഗാനം ജൂനിയർ സീനിയർ, ക്ലാസിക്കൽ മ്യൂസിക്, മോഹിനിയാട്ടം ജൂനിയർ സീനിയർ, ഫോക്ക് ഡാൻസ്, മാർഗം കളി, ഒപ്പന ഈ ഇനങ്ങളിൽ ശ്രീ വിശ്വനാഥൻ സാറായിരിക്കും വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർ വിന്ദുജ മാമും ഡോക്ടർ പ്രമോദ് സാറും ഇവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും.